അൽഫോൻസാമ പഠിക്കുകയും ചെയ്ത സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നുള്ള കുട്ടികൾ നടത്തിയ അൽഫോൻസ തീർത്ഥാടന റാലി ഭക്തിസാന്ദ്രമായി. 650ഓളം പെൺകുട്ടികളാണ് ജപമാല ചൊല്ലിക്കൊണ്ട് തീർത്ഥാടന റാലിയിൽ അണിനിരന്നത്. അൽഫോൻസാമയുടെ നാമകരണത്തിന് പ്രത്യേകമായ പങ്കുവഹിച്ച സ്കൂളാണ് സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ. സ്കൂളിൽ നിന്ന് അൽഫോൻസാമയുടെ കല്ലറയിലേക്ക് ഏറെ ദൂരം ഇല്ലാത്തതുകൊണ്ട് ആദ്യമായി അൽഫോൻസാമയുടെ കല്ലറയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയിരുന്നത് ഈ സ്കൂളിലെ കുട്ടികളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ പ്രാർത്ഥിക്കുകയും അൽഫോൻസാമയുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിരുന്നു. അൽഫോൻസാമയുടെ നാമകരണ നടപടികൾ ആരംഭിച്ചതിനു ശേഷം എല്ലാ വർഷവും അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഈ സ്കൂളിലെ കുട്ടികൾ സ്കൂളിൽ നിന്നും അൽഫോൻസാമയുടെ കല്ലറയിലേക്ക് തീർത്ഥാടന റാലി നടത്തുക പതിവാണ്. ജപമാല ചൊല്ലി കാൽനടയായി അൽഫോൻസാമയുടെ രൂപവും വഹിച്ചുകൊണ്ട് ഇവർ നടത്തിയ തീർത്ഥാടന യാത്ര ഭക്തിസാന്ദ്രമായി. 650ഓളം വിദ്യാർത്ഥിനികളാണ് ഈ റാലിയിൽ അണിനിരന്നത്. കുട്ടികൾ ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പ്രസ്തുത തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കാറുള്ളതെന്ന് സ്കൂളിലെ സന്യസ്തരും വ്യക്തമാക്കി. ഞങ്ങളുടെ അൽഫോൻസാമ SHGHS ഭരണങ്ങാന സ്കൂളാണ് സ്കൂളിൻ്റെ പേര്. ഞങ്ങളുടേത് SHGHS സ്കൂളിൽ അൽഫോൻസാമ പഠിപ്പിച്ചിട്ടുണ്ട്, റെക്കോർഡിക്കലല്ലെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പഠിച്ചിട്ടുമുണ്ട്. പിന്നെ ഞങ്ങളുടെ പുണ്യവതിയാണ്, ഞങ്ങളുടെ ഈ ഗ്രാമത്തിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഈ ആദ്യമായിട്ട് ഈ അൽഫോൻസാമയെ പുണ്യവതിയാക്കാനായിട്ട് ആദ്യം പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടാറുണ്ട്. പിള്ളേർക്ക് വലിയ സന്തോഷമാണ്. അൽഫോൻസാമയുടെ ഭക്തിയിലാണ് കുട്ടികൾ വളർന്നു വരുന്നത്. എല്ലാ വർഷവും അതുകൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അവർക്ക് വളരെ സന്തോഷമാണ്, അതൊരു അനുഭവമാണ്. അവർ എന്നും ആഗ്രഹിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇങ്ങനൊരു യാത്ര ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അവർ ചോദിക്കാറുണ്ട്, ഞങ്ങളെ കൊണ്ടാകാവോ, നമുക്കങ്ങനെ പോകാമെന്ന് അവർ ആഗ്രഹിച്ച് ചോദിക്കാറുണ്ട്. അൽഫോൻസാമ പഠിച്ച സ്കൂള്, അൽഫോൻസാമ പഠിപ്പിച്ച സ്കൂള്, ആ സ്കൂളിൽ നിന്നും തലമുറകൾക്ക് ശേഷം വീണ്ടും കുഞ്ഞുങ്ങൾ അമ്മയുടെ ശക്തി സ്വീകരിക്കുവാൻ, സ്വർഗത്തിൽ നിന്നും തമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങളും സ്നേഹവും നുകരുവാൻ, പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥമൊക്കെ അൽഫോൻസാമയിലൂടെ നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിക്കുവാൻ കുഞ്ഞുങ്ങൾ അൽഫോൻസാമയുടെ കബറിടത്തെങ്കിൽ എത്തിയിരിക്കുകയാണ്. സജി ആൻ്റണി, ഷെക്കീന ന്യൂസ്, കോട്ടയം.